അതായത് എൻ്റെ പ്രായത്തിൽ അമ്മ എന്തൊക്കെ ഇട്ടിരുന്നു വെച്ചാൽ അല്ലെങ്കിൽ അത്രയും വേസ്റ്റ് ആയിട്ട് ഇനി അത് ഉപയോഗിക്കാൻ കൊള്ളൂല എന്ന് തോന്നുന്ന ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുന്ന ഒരാളാണ്. ബട്ട് അത് നമ്മൾ ഇപ്പോൾ എങ്ങനെ ഇപ്പോൾ ഒരു ഭയങ്കര റിസർവ്ഡ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. അതിൽ നിന്ന് കുറേ മാറിയിട്ടുണ്ട് ഇപ്പോൾ. അതുകൊണ്ടാണ് മേ ബി ഐ എം ഏബിൾ ടു ഡൂ സംതിങ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ എനിക്ക് കൊടുക്കാൻ പറ്റുന്നത് അതുകൊണ്ടാണ്. ഇങ്ങനെ ഒരു പോഡ്കാസ്റ്റിൽ വന്ന് എന്തെങ്കിലും സംസാരിക്കുകയാണ്. ഫ്യൂ ഇയേഴ്സ് ബാക്ക് ഇഫ് യു ഹാഡ് ആസ്ക്ഡ് മീ, ഞാനൊന്നും സംസാരിക്കുന്ന ഒരു ആളല്ലായിരുന്നു. ഐ വുഡ് ബി ലൈക്ക് ഇതിന് തന്നെ ഞാൻ ഒരുപാട് നോ പറഞ്ഞിരുന്നു, ഞാൻ എന്ത് സംസാരിക്കും എന്നുള്ളത് ആലോചിച്ചിട്ട്. ബട്ട് സ്റ്റിൽ ലെറ്റ്സ് ഗോ ഫോർ ഇറ്റ്. ആ ഒരു വർക്ക് മോഡിലേക്ക് എൻ്റെ മൈൻഡ് ഷിഫ്റ്റ് ചെയ്യുമ്പോഴാണ് എനിക്കത് ചെയ്യാൻ പറ്റുക. അതർവൈസ് നോർമൽ ഒരു ഡേയിൽ ഇഫ് എനിവൺ ഈസ് ആസ്കിങ് എന്താ പറയുക, നമുക്ക് ലെറ്റ്സ് ഗോ ടു എ മോൾ എന്ന് പറഞ്ഞാൽ ഐ വിൽ ബി ലൈക്ക് നോ, ഇഷ്ടമല്ല. നോ, എനിക്ക് അങ്ങനെ ക്രൗഡഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കോ എൻ്റെ ഒരു ക്യാരക്ടറേഷൻ ഞാൻ അവിടെ ചൂസ് ചെയ്യില്ല. ലെറ്റ്സ് ബി കാം. കുറച്ച് ആൾക്കാരൊക്കെ ഇപ്പം ഇത്ര ഉള്ള ഈ മുറിയിൽ ഉള്ള ആൾക്കാരൊക്കെ മതി എന്ന് പറയുന്ന ആളാണ്. ബട്ട് നേരെ തിരിച്ച് വെൻ ഐ എം ഗോയിങ് ഫോർ എ ഫംഗ്ഷൻ ഐ ലൈക്ക് ഹെഡ് ഇസ് പ്രിപ്പയർഡ്, മൈൻഡ് ഇസ് പ്രിപ്പയർഡ്, എല്ലാം പ്രിപ്പയർഡ് ആണല്ലോ. നമ്മൾ മൊത്തത്തിലൊരു ചേഞ്ച് വരുമ്പോൾ റെഡി ടു ഗോ. അവിടെ എനിക്ക് ക്രൗഡ് വന്നാലേ സന്തോഷമാവുള്ളൂ. ലൈക്ക് ദാറ്റ് 2 dimensions ഓഫ് ദാറ്റ് കോയിൻ എന്ന് പറയില്ല, അതുപോലെ. ഓക്കെ, അതായത് നമ്മുടെ പേഴ്സണൽ സ്പേസിലും വർക്ക് പ്ലേസിലും ആ ഒരു അതിനെ അങ്ങനെ തന്നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ ഇപ്പോൾ പറഞ്ഞു ഇനോഗ്രേഷൻ സ്റ്റാർ എന്ന് പറയുന്നത് ഇഷ്ടപ്പെടുന്നു, പക്ഷേ അതിൻ്റെ കൂടെ സിനിമയും കൂടെ ഉള്ളതാണെന്ന്. അപ്പോൾ ശരിക്കും ഒരു സെൽഫിനോട് ചോദിച്ചു കഴിഞ്ഞാൽ മാളവികയുടെ മൈൻഡിന് ആ ഒരു ഏറ്റവും കൂടുതലൊരു ഹാപ്പിനെസ് കിട്ടുന്നത് ഒരു നല്ലൊരു പോപ്പുലർ ആക്ടർ അല്ലെ നല്ലൊരു ആക്ടർ എന്നുള്ള ആ ഒരു ഇതാണോ, അതോ ഒരു ഇനോഗ്രേഷൻ സ്റ്റാർ എന്നുള്ളതാണോ കൂടുതലും ഇഷ്ടം? ഡെഫിനറ്റ്ലി ഒരു നമ്മളുടെ വർക്കിനെ അപ്രീഷിയേറ്റ് ചെയ്ത് ചെയ്യുമ്പോഴാണ് ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവം എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ പറയണേ, ഞാൻ അങ്ങനെ ഭയങ്കര വലിയ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള ഒരു ആളല്ല. മൂവീസ് ചെയ്തിട്ടുണ്ട്, അതിൽ നോട്ടബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. അതിന് നമുക്ക് ചിലത് നന്നായി വരുമ്പോൾ കിട്ടുന്ന ഒരു അപ്രീസിയേഷൻ തന്നെ ഇറ്റ്സ് മേക്കിംഗ് മീ ഫീൽ ഓക്കെ നൈസ്. അപ്പോൾ ഐ ഡു വിഷ് ഓക്കെ ഐ വോണ ഡു സംതിങ് ഇതിനേക്കാളും കുറച്ചും കൂടെ സ്ക്രീൻ സ്പേസുള്ള അല്ലെങ്കിൽ പ്രസൻറ്റബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യണമെന്ന് ആ സമയത്ത് നമ്മൾക്ക് തോന്നും. അതെ, അപ്പോൾ ഡെഫിനറ്റ്ലി ആ ഒരു അപ്രിസിയേഷൻ കിട്ടുന്നത് ഇറ്റ്സ് ഹ്യൂജ്. പക്ഷേ ഇത് ഇഷ്ടമല്ല എന്നല്ല, ഒരിക്കലും അല്ല. ഡെഫിനറ്റ്ലി ഇതും ഒരു പോസിറ്റീവ് തിങ് ആയിട്ട്, എല്ലാം ഞാനൊരു നെഗറ്റീവ് ഷെയ്ഡിൽ എനിക്ക് അങ്ങനെ വളരെ വളരെ കുറവാണ്. അത്രയും ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുക അത്രയും എനിക്ക് തോന്നിയാൽ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഐ വിൽ സീ എവറിഥിങ് ദർ ഇസ് പോസിറ്റിവിറ്റി ഇൻ എവറിഥിങ് എന്ന് കാണുന്ന ഒരു ആളാണ്. അപ്പോൾ നത്തിങ് ഈസ് ബാഡ്. ഇപ്പോൾ അങ്ങനെ പറയണമെങ്കിൽ എല്ലാ കാര്യത്തിലും ഉണ്ട് നല്ലതും ചീത്തയും. വി ഓൺലി ഹാവ് ടു സീ ദ ഗുഡ് തിങ്സ്. നമുക്ക് എന്താ എടുക്കേണ്ടതെന്ന് വെച്ചാൽ അത് മാത്രം എടുക്കുക. നെഗറ്റീവ് തിങ്സ് ജസ്റ്റ് ലെറ്റ് ഇറ്റ് ഗോ. ദാറ്റ് മേക്സ് ഇറ്റ് സോ സ്പെഷ്യൽ മാളവിക. എപ്പോഴും അത് മാളവികയുടെ വലിയൊരു ക്വാളിറ്റി തന്നെയാണ്. നമുക്കത് ഇന്നിപ്പോൾ പോഡ്കാസ്റ്റും കൂടി ആയതുകൊണ്ട് നമുക്ക് ഇതിനെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്കിന്ന് സംസാരിക്കാൻ പറ്റും. നമുക്ക് അതിനെക്കുറിച്ചെല്ലാം സംസാരിച്ച് തന്നെ പോവാം. പക്ഷെ നമുക്കൊരു ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് മൂവ് ചെയ്യാം. ഇന്നിപ്പോൾ എന്ത് നല്ല സുന്ദരിയായിട്ട് നല്ല സാരി, നല്ല കളർ, ഇതേപോലെ തന്നെ ഇന്നിപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് വരുമ്പോൾ പോലും എപ്പോഴും വളരെയധികം ശ്രദ്ധിക്കാറുണ്ട് പ്രസൻറ്റബിൾ ആവാനായിട്ട്. അത് ഈവൻ ഇനോഗ്രേഷന് പോകുമ്പോഴായിക്കോട്ടെ, ഈ പറയുന്ന പോലെ പബ്ലിക്കിനെ ഫേസ് ചെയ്യേണ്ട തരത്തിലുള്ള ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ മീറ്റിങ്ങോ അങ്ങനെ എപ്പോഴും പോകുമ്പോൾ മാളവിക എപ്പോഴും വളരെയധികം കോൺഷ്യസ് ആണ്. വളരെ ഭംഗിയായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കാറുമുണ്ട് ടിൽ ഡേറ്റ്. അത് ചൂസ് ചെയ്യുന്ന ഡ്രസ്സുകളിലായിക്കോട്ടെ, ഡ്രസ്സിൻ്റെ കളറുകളിൽ ആയിക്കോട്ടെ, എല്ലാത്തിലും ഒരു എക്സ്ക്ലൂസിവിറ്റിയോ എന്തോ ഒരു നമ്മുടെ കണ്ണുകളെ, മറ്റുള്ളവരുടെ കണ്ണുകളെ അട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്ന ആ ഒരു ചാമിങ് ഒരു ഇതുണ്ടല്ലോ. ഇതൊക്കെ ബിഹൈൻഡിൽ എനിക്കറിയാം. നമ്മുടെ പ്രോഗ്രാം ബിഹൈൻഡ് ദ സീൻസ് ആണെങ്കിൽ ഈ ബിഹൈൻഡ് ദ സീൻസിൽ അത് മാളവികയെ അല്ല, കംപ്ലീറ്റ് എഫേർട്ട് എടുക്കേണ്ടത് അമ്മയാണെന്നുള്ള കാര്യവും അറിയാം. എക്സാക്ട്ലി ഒബ്വിയസ്ലി നമ്മൾ റിസർച്ച് ചെയ്യുമല്ലോ. അപ്പോൾ എപ്പോഴും അമ്മ തന്നെയാണോ, അമ്മ പറയുന്നതാണോ മാളവികയുടെ ഡ്രസ്സിങ്ങിന്റെ ഫൈനൽ വേർഡ്? ഇപ്പോൾ ഇത് അമ്മ ചൂസ് ചെയ്തതല്ല, ഞാൻ ചൂസ് ചെയ്ത ഒരു കളറാണ്. ബട്ട് ബിഹൈൻഡ് ദാറ്റ് ഐ വുഡ് സേ അതിനു മുമ്പ് പ്രീവിയസ്ലി എപ്പോഴെങ്കിലും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും വി ഷുഡ് ഡു ദാറ്റ് കളർ എന്നുള്ളത്. വി ഷുഡ് ചൂസ് ഏതെങ്കിലും ഫംഗ്ഷൻസിന്. അപ്പോൾ അതെൻ്റെ കണ്ണിൽ കണ്ടു. ഇറ്റ്സ് നെവർ എലോൺ മൈ ഡിസിഷൻ. എപ്പോഴും ഞാനത്
ഒരു കൺഫർമേഷൻ വരുത്തും. ഞാൻ ചെയ്യുന്നത് റൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണോ എന്ന് ഐ ഹാവ് ഓൾവേസ് വീട്ടില് ഓക്കെ. ഇപ്പം അമ്മ പറയാണ് വേണ്ട മാളവിക, അത് വേണ്ട, നിനക്ക് ചേരില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഒരു നിങ്ങൾ തമ്മിലൊരു ഇതുണ്ടോ, അതോടെ അമ്മ പറയുന്നതാണോ ഫൈനൽ വേർഡ്? ഇപ്പോൾ അങ്ങനെ പറയുന്ന ഇൻ കേസ് എനിക്കിപ്പോൾ ചിലപ്പോൾ കോസ്റ്റ്യൂമിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ കളർ വൈസ് എന്തോ ആവട്ടെ, ഞാൻ അതിൽ കുറച്ചും കൂടെ കൂടുതൽ കൺവിൻസ്ഡ് ആണ്. മേ ബി അത് കണ്ടിട്ട് എനിക്ക് കുറച്ചും കൂടെ സ്യൂട്ട് ആവുന്നോ അല്ലെങ്കിൽ അങ്ങനെ തോന്നുകയാണെങ്കിൽ I'll also have something to say back, like ഒരു പക്ഷെ ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ മേ ബി ഇറ്റ് വിൽ ബി മച്ച് ബെറ്റർ ദാൻ ദാറ്റ്. അപ്പോൾ ഒരു ഡിസ്കഷൻ വരും. എന്നിട്ട് നമ്മൾ ചൂസ് ചെയ്യുമല്ലോ എന്താണ് ദ റൈറ്റ്സ് ആൻഡ് ഡോൺസ് എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ബെറ്റർ ഏതാ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അമ്മ പറഞ്ഞാൽ കറക്റ്റ് എന്ന് എനിക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ, ഞാൻ കൺവിൻസ്ഡ് ആവണമെങ്കിൽ then I'll go for that. അല്ലാന്നുണ്ടെങ്കിൽ if she says okay നോക്കൂ എന്ന് പറയുകയാണെങ്കിൽ I'll go for me. അങ്ങനെ. ഓക്കെ. എങ്ങനെയാണ് നിങ്ങൾ ഒരുപാട് ഷോപ്പ് ചെയ്യുന്ന ഒരാളാണോ മാളവിക? കാരണം ഒരുപാട് ഇനോഗ്രേഷൻസും ഒരുപാട് ഫംഗ്ഷൻസും ഈ പറയുന്ന പോലെ സോ കോൾഡ് ഇതെല്ലാം മീറ്റ് ചെയ്യാനുണ്ട്, ഇതിനെല്ലാം പോകാനുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ളതെല്ലാം ഇന്നിപ്പോൾ പിന്നെ കൊളാബും ഉണ്ടല്ലോ. ബട്ട് സ്റ്റിൽ ഷോപ്പിംഗ് ക്രേസ് ഉള്ള ഒരാളാണോ? അമ്മയ്ക്കുണ്ട്. എനിക്കും കൂടെ വേണ്ടി അമ്മ ചെയ്തോളൂ. ആണോ? അമ്മയാണ് അതും കൂടെ ഏറ്റെടുക്കുന്നത്. അമ്മ ഓൺലൈൻ ഫ്രീക്കാണ്. ഓൺലൈനിൽ ഷീസ് ലൈക്ക് മറ്റേ നമ്മളിപ്പോൾ ഇൻസ്റ്റ റീൽസിലും മീമിയും ഒക്കെ നമ്മൾ കാണില്ലേ, ഹാപ്പിനെസ് ഇസ് ഗെറ്റിംഗ് എന്താ പറയുക കൊറിയേഴ്സ് എവറി ഡേന്ന്. ചില നേരത്തെ അങ്ങനെ. അപ്പം ഞാൻ എവിടെയെങ്കിലും വർക്കിനൊക്കെ പോയി വരുമ്പോൾ അമ്മ ഇങ്ങനെ കാർട്ടിൽ ഇങ്ങനെ എല്ലാം സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പം ഞാനിങ്ങനെ വന്നിട്ട് അമ്മയുടെ അടുത്ത് ഇങ്ങനെ നോക്കിയിട്ട് ഇത് വേണ്ട അത് ജസ്റ്റ് ഓപ്പോസിറ്റാ. നേരെ തിരിച്ചാണ്. സാധാരണ ഇപ്പൊ എന്റെ മോളൊക്കെ ഇടയ്ക്ക് എന്റെ ഫോൺ വന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് പേടിയാ. കാട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്റെ അമ്മ ഞാൻ കുറച്ച് കാര്യങ്ങൾ കാട്ടിലേക്ക് ഇട്ടിട്ടുണ്ടെന്ന് പറയാ. ഇത് നേരെ തിരിച്ചാണല്ലോ. അതെ. അപ്പൊ എനിക്കും കൂടെ ഞാനങ്ങനെ ഷോപ്പിംഗ് ഇല്ല, അമ്മയുടെ കൂടെ പോവും ഇടയ്ക്ക് എന്നല്ലാതെ ഞാനായിട്ട് അങ്ങനെ പോക്ക് കുറവാണ്. അമ്മ ഈ ഷോപ്പ് ചെയ്യണതെല്ലാം മോൾക്ക് വേണ്ടി തന്നെയാണോ അതോ മോനും അമ്മയ്ക്കും കൂടെ വേണ്ടിയിട്ടും ഉണ്ടോ? എല്ലാവർക്കും കൂടി വേണ്ടിയാണ്. ബട്ട് ബേസിക്കലി ഒബ്വിയസ്ലി പബ്ലിക് ഫിഗർ ആണല്ലോ. അതെ. ഓക്കെ. എനിക്ക് പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇപ്പൊ ചോദിച്ചല്ലോ കൊളാബ്സും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഐ മോസ്റ്റ്ലി പ്രിഫർ കാഷ്വൽസ്. അങ്ങനത്തെയാണ് എനിക്ക് ആവശ്യം. കാരണം ഇപ്പോൾ ഒരു ഫംഗ്ഷന് ഞാൻ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഐ കനോട്ട് യൂസ് ഇറ്റ് ഫോർ ദി നെക്സ്റ്റ് ഫംഗ്ഷൻ. സെയിം വേറെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല പബ്ലിക് ഫംഗ്ഷനിൽ. സോ ആ സമയത്ത് ഐ ഗോ ഫോർ കാഷ്വൽസ് വിച്ച് ഐ ക്യാൻ വെയർ ഡബിൾ 5-10 ടൈംസ് ഇടാൻ പറ്റുന്ന രീതിയിലുള്ള കാഷ്വൽസ് ആയിട്ട് വെയർ. ഓക്കെ. ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിൽ ഇപ്പം മാളവികയ്ക്ക് കൂടുതലും കംഫർട്ട് ആയിട്ടുള്ളതും പേഴ്സണൽ പ്രിഫറൻസും ഈ ഫംഗ്ഷൻ വിട്ട് കഴിഞ്ഞാൽ അതല്ലാതെ നോർമൽ ഇതിൽ ഏറ്റവും കൂടുതൽ കംഫർട്ട് തരുന്നത് എന്ത് ടൈപ്പ് ഓഫ് കോസ്റ്റ്യൂമാണ്? വീട്ടിലിരുന്നാണോ ചോദിക്കുന്നത്? വീട്ടിലും പുറത്തൊക്കെ ചുമ്മാ നിങ്ങൾ കാഷ്വൽ ആയിട്ട് ഇറങ്ങുമ്പോൾ, നോട്ട് ഫോർ ഇങ്ങനെ ഫംഗ്ഷൻസിനല്ലാണ്ട് ജസ്റ്റ് ഒരു കുർത്തി, ജീൻസ് കുർത്തി, കാഷ്വൽ ആയിട്ട് തന്നെ ഇരിക്കാനാണ്. ഇറ്റ്സ് ലൈക്ക് എവിടെയും കോൺഷ്യസ് ആവാതെ ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് വെയേഴ്സ്. ഇറ്റ്സ് എ കുർത്തി ഓൾവേസ്, അല്ലെങ്കിൽ ജീൻ ടോപ്പ്, അങ്ങനെയൊക്കെ തന്നെ. എനിത്തിങ് ദാറ്റ് കംസ് ടു കാഷ്വൽ ആയിട്ട് വരുന്നതിൽ. ഓക്കെ. ഇന്നിപ്പോൾ ഞങ്ങൾ കാണുന്ന മാളവിക ഇപ്പോൾ തൊട്ട് മുന്നേ പറഞ്ഞു ഒരുപാട് നല്ല സിനിമകളുടെ ഭാഗമാകാൻ പറ്റിയിട്ടുണ്ട്. ഒരുപാട് എന്താ പറയുക, നായികയായിട്ട് ഒരുപാട് സിനിമകളിൽ വന്നിട്ടില്ല എങ്കിൽ പോലും നല്ല സിനിമകളിൽ ശ്രദ്ധിക്കപ്പെടുന്ന കുറച്ച് സീൻസ് ആയിരിക്കും ചില സിനിമകളിൽ ഉണ്ടാവുക. പക്ഷേ ആ സീനിലൂടെ നമ്മൾ മനസ്സിൽ ഇന്നും സൂക്ഷിച്ചു വെക്കുന്ന നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യാൻ ആ ഒരു ഭാഗ്യം മാളവിക ലഭിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ജേർണിയുടെ തുടക്കം മുതൽ സംസാരിക്കാം. കൊടുങ്ങല്ലൂരുകാരിയായിരുന്ന മാളവിക മേനൻ എങ്ങനെ ഒരു സെലിബ്രിറ്റിയായി, എവിടുന്ന് ആയി, ആ ഒരു ജേർണിയിൽ നിന്നൊന്ന് പറയാം മാളവിക. മാളവികയുടെ ആഗ്രഹമായിരുന്നോ ചെറുപ്പം മുതലേ എനിക്ക് നാളെ ഒരു സെലിബ്രിറ്റി ഇതുപോലത്തെ ഈ ഒരു സ്റ്റാർഡം ആഗ്രഹിച്ചിരുന്നോ? നെവർ. പിന്നെ ഇല്ല, അങ്ങനെ ഞാൻ സ്വപ്നമൊന്നും കണ്ടിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരാളല്ല. ഇറ്റ്സ് ലൈക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഇങ്ങനൊരു. എനിക്ക് ചെറുപ്പത്തിൽ, ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ, എനിക്ക് വളരെ കുഞ്ഞല്ല, ബട്ട് മേ ബി വെൻ ഐ എം ലൈക്ക് 4th or 5th പഠിക്കുന്ന സമയത്ത് എനിക്ക് അങ്ങനെ ചോദിച്ചിരുന്നു മൂവീസ് ചെയ്യാനായിട്ട്. ബട്ട് അന്ന് ഞാൻ പറഞ്ഞ പോലെ ഐ വാസ്
വെരി റിസർവ്ഡ്, വെരി ഇൻട്രോവേർട്ടഡ് ഗേൾ. അപ്പോൾ അതൊന്നും ഐ ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് ദാറ്റ് എന്നുള്ള ഇപ്പോഴത്തെ പിള്ളേരൊക്കെ വെരി സ്മാർട്ട്. ഇപ്പോഴത്തെ ജനറേഷൻ ഭയങ്കര സ്മാർട്ടാണ്. അയ്യോ വേറെ ലെവലാ. ദേ ബിഹേവ് ലൈക്ക് അഡൾട്ട്സ്. അപ്പോൾ എല്ലാം അറിയാം. അപ്പോൾ അന്നൊന്നും അങ്ങനെയൊന്നല്ല. അന്ന് അതെ, നമുക്കറിയാലോ അന്നത്തെ കുട്ടികളൊക്കെ വളരെ സൈലന്റ് ആയിരിക്കും. അപ്പോ ഞാൻ ഇല്ല, ഞാനൊന്നും ചെയ്യില്ല എന്നുള്ളതായിരുന്നു പറയുന്നത്. ഓൺ ദി ഗോ കുറച്ച് വലുതായി, പിന്നെ കുറച്ച് ഫിനാൻഷ്യൽ ക്രൈസിസ് ഒക്കെ വന്നു. അന്നും അതിനുള്ള ബോധമില്ല, എന്താ വീട്ടിൽ നടക്കണേന്നൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കെ ആ ഒരു സമയത്തും എനിക്കിങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് ചോദിച്ചു വന്നു, സീയിങ് മൈ പിക്ചേഴ്സ് ഓൺ FB ഒക്കെ. ഓക്കെ. അപ്പോൾ ഇറ്റ് വാസ് എന്താ പറയുക, ലൈഫ് വാസ് ഓൺ ദി എഡ്ജ് എന്നുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു. വീട്ടിൽ പറയുന്ന കാര്യങ്ങൾ കേട്ടുള്ള അറിവാണ്. ഓക്കെ. അപ്പോൾ അങ്ങനെ വി ജസ്റ്റ് തോട്ട് ഓക്കെ വി വിൽ ഗിവ് എ ട്രൈ. ഓക്കെ. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത ഒരു ഇതാണ് അന്ന്. അപ്പോൾ ഐ വാസ് ലൈക്ക് ഫസ്റ്റ് ഫിലിം ചെയ്തപ്പോൾ ഓക്കെ ചെന്ന് കണ്ടു നോക്കാം എങ്ങനെയാണ് എന്നുള്ളത്. അത് നിദ്ര എന്ന് പറഞ്ഞ മൂവിയിലാണ് ഞാൻ ഫസ്റ്റ് ക്യാമറ ഫേസ് ചെയ്തത്. ഓക്കെ, which is 2012. സിദ്ധാർത്ഥ് ഭരതൻ്റെ മൂവി. അപ്പോൾ അത് ഒരു 3 to 4 days or 5 days ഉള്ള ഒരു സംഭവമായിരുന്നു. ഞങ്ങൾ ഫാമിലി ആയിട്ട് പോയി ഷൂട്ടിങ് ആദ്യമായിട്ടൊക്കെ അതിന് മുമ്പ് കണ്ടിട്ടുണ്ട്. ബട്ട് കുറച്ചും കൂടെ ക്ലോസ് ആയിട്ട് പോകും. ഐ എം ഇൻ ദിസ് എന്നുള്ള ഇതിൽ കാണാൻ പോകുന്നു. അപ്പോൾ കുറേ ആർട്ടിസ്റ്റൊക്കെ ഉള്ള ഒരു ഡേ ആയിരുന്നു. അപ്പോൾ ഞാൻ ഓക്കെ ഇങ്ങനെയൊക്കെയാണ് കൊള്ളാം എന്നുള്ള രീതിയിൽ നമുക്ക് പറ്റും, എനിക്ക് സെറ്റ് ആവും എന്നുള്ളൊരു തോന്നൽ വന്നു. അതായത് ആ ഒരു ഹംഗാമ കണ്ടപ്പോൾ രസമായിട്ട് തോന്നി, എല്ലാവരും കൂടെ ആ ഒരു ടീം വർക്കും എല്ലാം. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ആ മൂവി കഴിഞ്ഞപ്പോൾ ഓക്കെ മതിയല്ലേ, കഴിഞ്ഞു അല്ലേ, ഇനി അത് കഴിഞ്ഞില്ലേ എന്നുള്ളൊരു രീതിയിലായിരുന്നു. എന്താ നെക്സ്റ്റ് എന്ന് ഒന്നും അറിയില്ലല്ലോ. അപ്പോഴാണ് എനിക്ക് ഹീറോ എന്ന് പറഞ്ഞ മൂവിന്ന് വേറൊരു കോള് വന്നേ, പൃഥ്വിരാജിന്റെ സിസ്റ്റർ ആയിട്ട് ചെയ്യണമെന്ന്. അപ്പം വെരി ഡൈ ഹാഡ് ഫാൻ ഓഫ് പൃഥ്വിരാജ്. ഐ നോ ദാറ്റ്. ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു അതും കൂടെ ചെയ്ത് നിർത്താം. അല്ല, എന്തുകൊണ്ടാണ് ഓരോന്നും കഴിയുമ്പോൾ നിർത്താം എന്നൊരു തോന്നൽ നിങ്ങൾക്ക് വന്നത്, കണ്ടിന്യൂ ചെയ്യാമെന്നൊരു തോന്നൽ വരാതിരുന്നത്? ഐ ഡോണ്ട് നോ. ആ ഒരു ഏജിൽ ആ സമയത്ത് എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ. മേ ബി ദ തിങ് ഈസ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇത്രയും ഈ പുൾഡ് ബാക്ക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയതുകൊണ്ട് ഈ ഒരു ഓപ്പൺ ചെയ്ത ഈ ഒരു ഡോറിലേക്ക് എനിക്ക് അത്ര മിംഗ്ലിങ് അത്ര എളുപ്പമല്ല ഒരിക്കലും. ഒരിക്കലും എളുപ്പമല്ല. അപ്പം ഐ തിങ്ക് ദാറ്റ്സ് എ ഫസ്റ്റ് റീസൺ. പിന്നെ അറിയില്ല വാട്ട് ഐ എം ഡൂയിങ് എന്നുള്ള എനിക്ക് തന്നെ അറിയില്ല അവിടെ. അപ്പോൾ ശരി അതും കൂടെ കഴിയാം. ഓൺലി തിങ് ഇസ് പൃഥ്വിരാജിനെ കാണാലോ. അത് കഴിഞ്ഞിട്ട് ഓക്കെ ഫൈൻ ഡൺ നിർത്താം. അത് കഴിഞ്ഞപ്പോഴാണ് 916 വന്നത്. 916 ഇസ് ലൈക്ക് എവ്രിബഡി വാസ് ലൈക്ക്, ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു ആ ഒരു ക്യാരക്ടർ വന്നപ്പോൾ. ഈവൻ എൻ്റെ ഫാമിലിക്കും ടെൻഷൻ ആയിരുന്നു ബിക്കോസ് ഓഫ് മൈ ക്യാരക്ടർ. അതായത് എൻ്റെ ഓൺ ക്യാരക്ടർ ഇത്രയും പാവം പിടിച്ച കുട്ടി ഇവൾ എന്ത് ചെയ്യാനോ പോയിട്ട് എന്നുള്ള ഈ ഒരു ക്യാരക്ടറൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ആൻഡ് ദാറ്റ് വാസ് കുറച്ച് കൂടുതൽ ഡേയ്സും കുറച്ച് കൂടുതൽ സ്ക്രീൻ സ്പേസ് ഉള്ള ഒരു റോളായിരുന്നു. അതിൽ ലീഡിങ് തന്നെയായിരുന്നല്ലോ, ലീഡിങ് റോളായിരുന്നു. അപ്പോൾ അത് കഥ കേട്ടപ്പോൾ പിന്നെ എനിക്കും കൂടെ ടെൻഷനായി. ഈശ്വര ഞാനിത് താങ്ങോ, ഞാനിത് എങ്ങനെ ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട്